ഹായ് ഓൾ, വെൽക്കം ടു ലേൺ വെൽ. ഞാൻ അൻസഫ്, നിങ്ങളുടെ മാത്സ് ടീച്ചറാണ്. അപ്പോൾ നമ്മളിന്ന് SLCയുടെ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്, മാത്തമാറ്റിക്സിന്റെ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മൾ 2023 മോഡൽ എക്സാം 2023 മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യുന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ മറ്റേ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞ പോലെ തന്നെയാണ്. 80 മാർക്സിന്റെ എക്സാം ആണ്. നിങ്ങൾക്ക് 2.5 മണിക്കൂറായിരിക്കും എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള ടൈം ഉണ്ടായിരിക്കുക. അതിൽ ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം പ്ലസ് 2.5 മണിക്കൂറായിരിക്കും നിങ്ങൾക്ക് ടൈം ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ 2.5 മണിക്കൂറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന 2 മാർക്സ് ക്വസ്റ്റ്യൻ ഉണ്ടാവും, 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, ദെൻ 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇതെല്ലാം പഴയ പോലെ തന്നെ ഓപ്ഷൻസ് ആയിരിക്കും, സ്കിപ്പ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് 15 മിനിറ്റ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പറഞ്ഞ ഓർമ്മയില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളെന്താ പറഞ്ഞത്? ഫസ്റ്റ് 15 മിനിറ്റിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? ആൻസർ കണ്ടുപിടിക്കാൻ നോക്കരുത്. നമ്മൾ പരമാവധി വായിച്ചു നോക്കുക. ഓക്കെ, ഫുള്ള് വായിച്ചു നോക്കിയിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഏതെങ്കിലും സ്കിപ്പ് ചെയ്യേണ്ടതായിട്ട് തീരെ രക്ഷയില്ല, നമുക്ക് സ്കിപ്പ് ചെയ്ത് തന്നെ പോവാം എന്നുള്ളതൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? റൗണ്ട് ചെയ്ത് പോവുക. ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക? 15 മിനിറ്റിൽ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഓടിച്ചെത്ത് അവസാനത്തേക്ക് എത്തിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? സ്കിപ്പ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ മാർക്ക് ചെയ്യുക. ദെൻ നിങ്ങളുടെ നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന സമയമായി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? അതിന്റെ ആൻസർ ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വേഗം ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം. നമ്മുടെ ഫസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ 3 എണ്ണം ചെയ്താൽ മതി, ഒരെണ്ണം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. പക്ഷെ നമ്മളിവിടെ എന്ത് ചെയ്യും? 4 ചെയ്തിട്ടായിരിക്കും പോവുക. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1. റൈറ്റ് ദ നെക്സ്റ്റ് 2 ടൈംസ് ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ് 5, 12, 19. ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ? ഓക്കെ, 5, 12, 19 ഇങ്ങനെ ഒരു സീക്വൻസ് തന്നേക്കാണ്. ചോദ്യം എന്താണ്? ഇതിന്റെ അടുത്ത 2 ടേംസ് എഴുതാന്നുള്ളതാണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ എന്താണ് ഇതിൽ കോമൺ ഡിഫറൻസ് എത്ര വരും നോക്കിയേ? 12 മൈനസ് 5 7 ആണ് കോമൺ ഡിഫറൻസ്. അങ്ങനെ ടേംസ് എന്ത് വരും? 5, 12, 19, 26, 33. അപ്പൊ 2 ടേംസ് ആയി, 26 ആയി 33 ആയി. ഇതല്ലേ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്? ഓക്കെ, സിമ്പിൾ ആയിട്ട് 2 മാർക്ക് കിട്ടിയില്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. ഓക്കെ, question number 2. Natural numbers from 1 to 10 are written on paper slips and put in a box. If one slip is taken from the box without looking, then what is the probability of the number of the slip being a multiple of 3? ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചു. എന്താണ്? 1 to 10, 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് എന്ത് ചെയ്തേക്കാണ്? ഒരു കുറച്ച് പേപ്പർ സ്ലിപ്പുകളായിട്ട് എഴുതിയിട്ടേക്കാണ്. അപ്പോൾ മൊത്തം 10 പേപ്പർ സ്ലിപ്പുകൾ ഉണ്ടാവും. അതൊരു ബോക്സ് ഇട്ടു. അത് ഞാൻ റാൻഡം ആയിട്ട് വിത്തൗട്ട് ലുക്കിംഗ് ഓർഡർ എടുക്കുകയാണെങ്കിൽ അതിൽ മൾട്ടിപ്പിൾ ഓഫ് 3 ആണുള്ള പ്രോബബിലിറ്റി ആണ് ചോദ്യം. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് സ്ലിപ്പ് ബീയിങ് മൾട്ടിപ്പിൾ ഓഫ് 3 ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമുക്കറിയാം എന്താണ് പ്രോബബിലിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഫേവറബിൾ ഔട്ട്കം ഡിവൈഡ് ബൈ ടോട്ടൽ ഔട്ട്കം ആണ്. ഇവിടെ ടോട്ടൽ ഔട്ട്കം എത്ര ആയിരിക്കും? 1 to 10, 10 സ്ലിപ്പാണ്. അപ്പൊ ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. ഇനി ഫേവറബിൾ ഔട്ട്കം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 3 ആണല്ലേ? ഓക്കെ, 1 to 10 മൾട്ടിപ്പിൾ ഓഫ് 3 ഏതൊക്കെയുണ്ട്? ഫസ്റ്റ് മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 3 ആണ്. ദെൻ സെക്കൻഡ് മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ ആരാണത്? 6 ആണ്. ദെൻ 9 വരും. അത് കഴിഞ്ഞാൽ പിന്നെയുള്ള മൾട്ടിപ്പിൾസ് എല്ലാം 10ന് മുകളിലാണ്. അപ്പൊ ഒന്നും എന്ത് ചെയ്യില്ല? ഈ ലിസ്റ്റിൽ വരില്ല. അപ്പൊ നമ്മുടെ ഫേവറബിൾ ഔട്ട്കംസ് എത്രയായി? 1, 2, 3. അപ്പൊ നമ്മുടെ ഫേവറബിൾ ഔട്ട്കം എത്രയാണ്? 3. അപ്പൊ നമ്മുടെ പ്രോബബിലിറ്റി എത്രയാണ്? 3 ഡിവൈഡ് ബൈ 10. അഗൈൻ 2 മാർക്കിന്റെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നിങ്ങൾക്ക് അവിടെ ഒരു ഫിഗർ തന്നിട്ടില്ലേ? ABCD എന്ന് പറഞ്ഞൊരു റെക്ടാംഗിൾ തന്നിട്ടുണ്ട്. ഒരു ആംഗിൾ CAB എന്ന് പറയുന്ന ആംഗിൾ 30 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. AC എന്ന് പറഞ്ഞൊരു ഡയഗണലില് എത്രയാണ്? 10 ആണ് തന്നിട്ടുണ്ട്. നിങ്ങളോട് ചോദ്യം എന്താണ്? ഫൈൻഡ് ദ ലെങ്ത് BC. ഓക്കെ, BC എന്ന് പറയുന്നത് ഈ ഒരു ലെങ്ത് ആണ്. ദെൻ AB എന്ന് പറയുന്നത് ഈ ലെങ്ത് ആണ്. അല്ലെങ്കിൽ ആ റെക്ടാംഗിളിലെ ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം. ക്ലിയർ ആണല്ലോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കും. നമുക്ക് നേരെ എന്ത് ചെയ്യാം? ക്വസ്റ്റ്യനിൽ ആൻസർ ചെയ്യുന്നു എങ്ങനെയാന്ന് നോക്കാം. ഓക്കെ, അപ്പൊ റെക്ടാംഗിളിന്റെ ആംഗിൾ ആയതുകൊണ്ട് തന്നെ ഈ B എന്ന് പറയുന്ന ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. സോ നമുക്ക് അവിടെ എന്ത് കിട്ടും? ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടും. ഓക്കെ, റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ ഏത് ചാപ്റ്ററിലേക്ക് പോകണം? ട്രിഗ്നോമെട്രി ചാപ്റ്ററിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ വരാം അല്ലെ? അപ്പൊ നമുക്ക് ട്രിഗ്നോമെട്രിയുടെ കൺസെപ്റ്റ് ആണ് വരുന്നത്. ഇനി ഒരു ആംഗിൾ 30, ഒരു ആംഗിൾ 90 ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ എത്രയായിരിക്കും? ഇവിടെ ഈ ഒരു ട്രയാംഗിളിന്റെ മൂന്നാമത്തെ ആംഗിൾ എത്രയായിരിക്കും? മൊത്തം 180 ആണെങ്കിൽ ഇവിടെ എത്രയാണ് വരുന്നത്? 60 ആണ് വരാം അല്ലെ? അപ്പൊ നമുക്കറിയാം ഇവിടെ റേഷ്യോ വെച്ചിട്ട് നമുക്ക് എഴുതാം. റേഷ്യോ ഓഫ് ആംഗിൾസ് എത്ര വരും? 30, 60, 90. അപ്പൊ 30, 60, 90 റേഷ്യോ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അതിന്റെ റേഷ്യോ ഓഫ് സൈഡ്സ് എന്ത് വരും?
റേഷ്യോ ഓഫ് സൈഡ്സ് എന്ത് വരും? 1:√3:2 ഇങ്ങനെയാണ് റേഷ്യോ വരാം അല്ലെ. ഇനി നോക്കാം നമുക്ക് ഏത് സൈഡാണ് തന്നിരിക്കുന്നത്? 90ക്ക് ഓപ്പോസിറ്റ് എത്രയാണ്? 10 എന്താണെന്നുണ്ട് അല്ലെ. 90ക്ക് ഓപ്പോസിറ്റ് ഇവിടെ എത്രയാണ് തന്നിരിക്കുന്നത്? 10 എന്നാണ് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഇനി ബാക്കി രണ്ട് റേഷ്യോ പാർട്ട് ഇട്ടാൽ ഞാൻ എന്ത് ചെയ്താൽ മതി? അപ്പൊ ഫസ്റ്റ് 1ലേക്ക് പോകാൻ ഞാൻ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ഈ 2ൽ നിന്ന് എങ്ങനെയാണ് ഞാൻ 10ലേക്ക് എത്തിയത് നോക്കുക. 2ൽ നിന്ന് എങ്ങനെയാണ് 10ലേക്ക് എത്തുക? 5 വെച്ച് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു അല്ലെ. മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ 10നെ 2 വെച്ച് ഡിവൈഡ് ചെയ്താലും മതി. അപ്പൊ നമുക്ക് 5 കിട്ടും. ആ 5 വെച്ച് നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 5 5 വരും. ഇനി 5 × √3 5√3 വരും. ഓക്കെ, അപ്പൊ നമുക്ക് 30യുടെ ഓപ്പോസിറ്റ് ആര് കിട്ടി? 5 എന്നും കിട്ടി. 60യുടെ ഓപ്പോസിറ്റ് 5√3 എന്നും കിട്ടി. നമ്മുടെ എ പാർട്ട് ക്വസ്റ്റ്യൻ എന്താണ്? എ പാർട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതാണ്? ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ബി സി. അപ്പൊ ബി സി ഈക്വൽ ടു, ഇനി ബി സി ഏതിന്റെ ഓപ്പോസിറ്റ് ആണ്? ബി സി എന്ന് പറയുന്നത് ഈ സൈഡാണ്. അതെന്തിനാണ്? 30യുടെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? ബി സി ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം? 30യുടെ ഓപ്പോസിറ്റ് ഉള്ള 5 സെന്റിമീറ്റർ എന്ന് എഴുതാം. ഇനി ബി എന്താണ്? എ ബി ആണ്. അപ്പൊ എ ബി ആരുടെ ഓപ്പോസിറ്റ് ആണ്? എ ബി എന്ന് പറയുന്നത് 60ക്ക് ഓപ്പോസിറ്റ് ആണ്. അപ്പൊ എന്ത് വരും? 5√3 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് രണ്ട് ഉത്തരം കിട്ടിയില്ലേ? ക്ലിയർ അല്ലേ? സിമ്പിൾ ഉത്തരമായിരുന്നല്ലോ. ഓക്കെ, നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഫൈൻഡ് ദ മീഡിയൻ ഓഫ് ഫസ്റ്റ് 9 ഈവൻ നമ്പേഴ്സ്. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ നാലാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ആദ്യത്തെ 9 ഈവൻ നമ്പേഴ്സിന്റെ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ആദ്യത്തെ 9 ഈവൻ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2, 4, 6, 8, 10, 12, 14, 16, 18 അല്ലെ. 9 ഈവൻ നമ്പേഴ്സ് ആയിട്ടുണ്ട്. 9 ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ 9ാമത്തെ ഈവൻ നമ്പർ ആരായിരിക്കും? 9ന്റെ ഇരട്ടി 18 ആയിരിക്കും. ഓക്കെ, മീഡിയന്റെ പൊസിഷൻ എന്ത് വരും? പൊസിഷൻ ഈക്വൽ ടു എന്ത് വരും? n+1/2, അതായത് 9+1/2 ദാറ്റ് ഈസ് 5, അല്ലെങ്കിൽ 5th പൊസിഷൻ ആണ് വരാ അല്ലെ. അപ്പൊ നോക്കിയേ 1, 2, 3, 4, 5. 5th പൊസിഷനിൽ ആരാണ്? 10 ആണ് വരാ അല്ലെ. അപ്പൊ മീഡിയൻ ഈക്വൽസ് ടു ആരാണ്? മീഡിയൻ ഈക്വൽസ് 10. ഓക്കെ, സിമ്പിൾ ആയിട്ട് നമുക്ക് 4 ചോദ്യത്തിന്റെ ഉത്തരം, 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ വേഗം ചെയ്തു പോയി. നമുക്ക് ഏകദേശം ഒരു മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് ഒക്കെയാണ് ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ടുള്ളൂ. അപ്പൊ ആ ഒരു സ്പീഡിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു 2 മാർക്സ് ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യണം. നമ്മൾ പരമാവധി ഒരു ക്വസ്റ്റ്യൻ 2 മിനിറ്റ് ഒക്കെയാണ് എന്ത് ചെയ്യണം അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് ഉള്ളൂ. മാക്സിമം സ്പീഡിൽ ചെയ്തു പോരാന്നുള്ളതാണ് അവിടെ നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, 4 ക്വസ്റ്റ്യൻ ചെയ്യണ്ട, 3 ചെയ്താൽ മതി. എന്താണ് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക? ലാസ്റ്റ് സമയം ഉണ്ടെങ്കിൽ ചെയ്തോ. ഇപ്പോഴേ നമ്മളിത് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് എത്തുമ്പോൾ എന്ത് ചെയ്യില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ ലാസ്റ്റ് എത്തുമ്പോൾ സമയം കിട്ടൂല. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം? സമയം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് എഴുതാൻ. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത സെഷനിലേക്ക് പോവാം. ഇനിയുള്ള ഏതാണ്? നമ്മളുടെ 3 മാർക്സിന്റെ സെഷനിലാണ് അല്ലെ. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമ്മുടെ 3 മാർക്സ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ മൂവ് ചെയ്യാണ്. ഓക്കെ, 5 to 10, 5 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് ഏതെങ്കിലും 4 നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Sum of first 5 terms of an arithmetic sequence is 145. Find the third term. And if the common difference of the sequence is 4, write the terms. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഓൾമോസ്റ്റ് സിമിലർ ക്വസ്റ്റ്യൻ ഇതിനു മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു അല്ലെ. അതായത് ഒരു 5 എണ്ണത്തിന്റെ തന്നിട്ട് അതിന്റെ മിഡിൽ ടൈം കണ്ടുപിടിക്കുക. ആ ഒരു മിഡിൽ ടൈം കണ്ടുപിടിക്കുന്ന രീതി തന്നെയാണ് ഇവിടെ അല്ലെ. 5 ടൈംസിന്റെ മിഡിൽ ടൈം എന്ന് പറയുന്നത് ആരാണ്? 3 ആണ്. അപ്പൊ സം ഓഫ് ഫസ്റ്റ് 5 ടൈംസ് നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 5 ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. അതില് നമുക്ക് തന്നിരിക്കുന്നതാണ് S5. സം ഓഫ് ഫസ്റ്റ് 5 ടൈംസ് എത്രയാണ്? 145 എന്ന് തന്നിട്ടുണ്ട്. എന്നുള്ള ക്വസ്റ്റ്യൻ എന്താണ്? x3 അല്ലെങ്കിൽ മൂന്നാമത്തെ ടൈം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കറിയാലോ എന്താ ചെയ്യേണ്ടത്? മൂന്നാമത്തെ ടൈം എന്ന് പറയുന്നത് മിഡിൽ ടൈം ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 145 ഡിവൈഡഡ് ബൈ 5. ഓക്കെ, എത്ര ടൈംസ് ഉണ്ടോ അതിന്റെ എന്ത് ചെയ്യാം? മിഡിൽ ടൈം എന്ന് പറഞ്ഞാൽ ആ എണ്ണം വെച്ച് ഡിവൈഡ് ചെയ്യാന്നുള്ളതാണ്. 5 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? 29 എന്ന് കിട്ടും. ഓക്കെ, 29 ആണ് കിട്ടുക. അപ്പൊ x3 എത്ര കിട്ടി? 29 കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? നിങ്ങൾക്ക് കോമൺ ഡിഫറൻസ് d ഈക്വൽസ് 4 എന്നാണ് തന്നേക്കുന്നത് അല്ലെ. 4 ആണ് കോമൺ ഡിഫറൻസ്. അങ്ങനെയാണെങ്കിൽ ആ സീക്വൻസ് എഴുതാന്നുള്ളതാണ്. നമുക്കറിയാം 29 ആണ് എത്ര? മൂന്നാമത്തെ ടൈം. സ്വാഭാവികമായിട്ടും മുമ്പത്തെ ടൈം കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാമത്തെ ടൈം കിട്ടാൻ 4 മൈനസ് ചെയ്യുക. ഇനി ഒന്നാമത്തെ ടൈം കിട്ടാൻ എന്ത് ചെയ്യുക? ഒന്നുകൂടി എന്ത് ചെയ്യുക? 4 മൈനസ് ചെയ്യുക. അപ്പൊ 21, 25, 29. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത ടൈംസ് കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? 4 ആഡ് ചെയ്യണം. 29 ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 33, 37. ഓക്കെ, അപ്പൊ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തായിരിക്കും സീക്വൻസ് പോവാ. അപ്പൊ നമ്മുടെ സീക്വൻസ് എത്രയാണ്? 21, 25, 29, 33, 37 അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഓക്കെ, 3 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ട് അതിന്റെ ഉത്തരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 6 നമുക്ക് വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെന്റിമീറ്റർ. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് ആംഗിൾസ് 50 ഡിഗ്രി, 60 ഡിഗ്രി, 70 ഡിഗ്രി ആൻഡ് വേർട്ടിസസ് ഓൺ ദിസ് സർക്കിൾ. ഓക്കെ, അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ?
നമ്മൾ സെയിം ക്വസ്റ്റ്യൻ ഇതിന് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഇതിന് മുമ്പ് ആൻസർ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരുന്നു അല്ലേ? എന്താണ്, ഒരു സർക്കിൾ വരയ്ക്കുക, അതിന്റെ ഉള്ളിൽ ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ഇവിടെയും ഫോളോ ചെയ്യുക. അപ്പൊ എന്താണ്, അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ ഇത്. പല ക്വസ്റ്റ്യൻ പേപ്പറും റിപ്പീറ്റ് ചെയ്ത് കാണുന്നതാണ്. ഓൾമോസ്റ്റ് വരയ്ക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഒരേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന സെറ്റുകളായിരിക്കും. അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും. ഓൾമോസ്റ്റ് സെയിം രീതിയിൽ തന്നെയാണ് വരയ്ക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിരിക്കുന്നത്. അപ്പൊ വരയ്ക്കുന്ന ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ മാർക്സ് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 10 to 12 മാർക്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, വരയ്ക്കാനുണ്ടാവും. അപ്പൊ ആ ഒരു കൺസ്ട്രക്ഷൻ കൃത്യമായിട്ട് വരയ്ക്കാനുള്ള അത്രയും മാർക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന്. അപ്പൊ റേഡിയസ് നമുക്ക് എത്രയാണ്, റേഡിയസ് ഈക്വൽ ടു 3 ആണ്. ആംഗിൾസ് എത്രയാണ്, 50, 60, 70. ഈ 3 ആംഗിൾസ് ആണ് വേണ്ടത് അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് വേണം, ആദ്യം റേഡിയസ് 3 ആയിട്ടൊരു സർക്കിൾ വേണം. ഓക്കെ, നമ്മളൊരു സർക്കിൾ വരച്ചു. ദെൻ നമുക്ക് എന്താണ്, സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ഇതുപോലൊരു റേഡിയസ് വരയ്ക്കുക. ഓക്കെ, നിങ്ങൾ കൃത്യമായിട്ട് മെഷർമെന്റ് എടുത്ത് വേണം വരയ്ക്കാൻ. 3 സെന്റിമീറ്റർ കോമ്പസ് എടുക്കുക, സർക്കിൾ വരയ്ക്കുക. ദെൻ റേഡിയസ് സ്കെയിൽ യൂസ് ചെയ്ത് വരച്ചു. ഇനി എന്താ വേണ്ടത്, അടുത്തത് ആംഗിൾ വേണം അല്ലെ. ആംഗിൾസ് എങ്ങനെയാണ് എടുത്തുകൊണ്ടിരുന്നത്, നമുക്ക് വേണ്ട ആംഗിൾസ് 50, 60, 70 ആണെങ്കിൽ സെൻട്രൽ ആംഗിൾ എടുക്കേണ്ടത് എന്തായിരിക്കണം, ഇതിന്റെ നേരെ ഇരട്ടിയാക്കുക. ഓക്കെ, 50യുടെ ഇരട്ടി എന്താണ്, 100 ആണ് ആദ്യത്തെ സെൻട്രൽ ആംഗിൾ വരിക. 100 ആണ് ആദ്യത്തെ സെൻട്രൽ ആംഗിൾ വരേണ്ടത്. ഈ ഒരു ആംഗിൾ എത്രയായി, 100 ആണ് നമ്മൾ എടുക്കുക. ഓക്കെ, രണ്ടാമത്തെ ആംഗിൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിപ്പോ വരച്ച ലൈൻ അല്ലെ, നമ്മളിപ്പോ വരച്ച പുതിയ റേഡിയസ് വെച്ചിട്ട് എന്ത് ചെയ്യുക, 60യുടെ ഇരട്ടി. 60യുടെ ഇരട്ടി എന്ന് പറയുമ്പോൾ 120 ആണ്. അത് ഓൾമോസ്റ്റ് ഇങ്ങനെ വരും. ഈ ഒരു ആംഗിൾ എത്ര വരണം, 120 വരണം. അപ്പൊ മൂന്നാമത്തെ ആംഗിൾ എത്ര ആയിക്കോളും, മൂന്നാമത്തെ സെൻട്രൽ ആംഗിൾ എത്ര ആയിരിക്കോളും, ഓട്ടോമാറ്റിക്കലി എന്താവും, 70യുടെ ഇരട്ടിയായ 140ലേക്ക് എത്തും. ഓക്കെ, ഇനി നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കുക എന്നുള്ളതാണ്. നമ്മൾ ലൈൻസ് ജോയിൻ ചെയ്യുക. സോ ഒരു ലൈൻ ഇങ്ങനെയാണ് വരിക. ദെൻ അടുത്തത് ഇവിടുന്ന് ഈ ലൈനിലേക്ക് വരും. ദെൻ മൂന്നാമത്തെ ഇവിടുന്ന് ഇങ്ങനെയും വരും. ഓക്കെ, നമുക്ക് ട്രയാങ്കിൾ കിട്ടി. ട്രയാങ്കിളിന്റെ ആംഗിൾസ് നോക്കുക. ഈ 100ന്റെ നേരെ ഓപ്പോസിറ്റ് ബാക്കിൽ വരുന്ന ഇവിടെ എത്രയാണ്, ഇവിടെ 50 ആണ്. 120യുടെ നേരെ ബാക്കിൽ ഇവിടെ എത്ര വരും, 60 വരും. 140യുടെ നേരെ ബാക്കിൽ ഇവിടെ എന്ത് വരും, 70 വരും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, ഇതുപോലെ 3 ആംഗിൾസ് മാർക്ക് ചെയ്യണം. കൃത്യമായിട്ട് മാർക്കിങ്സ് ഒക്കെ കൃത്യമായിട്ട് വരണം. ഡ്രോയിങ്സ് ഫുൾ എന്ത് ചെയ്യണം, പെൻസിൽ യൂസ് ചെയ്തിട്ടായിരിക്കും വരയ്ക്കേണ്ടത്. ഇൻ കേസ് നിങ്ങൾക്ക് തെറ്റിപ്പോലും ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കളയണം. വെട്ടി എന്ത് ചെയ്ത് ഒരുപാട് വെട്ടി കൊളാക്കി വെക്കരുത്. ഓക്കെ, പരമാവധി എന്ത് ചെയ്യുക, പെൻസിൽ യൂസ് ചെയ്ത് തന്നെ വരയ്ക്കുക. ഓക്കെ, ഏഴാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പൊ വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. 7th ക്വസ്റ്റ്യൻ അഗൈൻ വീണ്ടും സിമ്പിൾ ആണ്. ഡ്രോ എക്സ് ആൻഡ് വൈ ആക്സിസ് ആൻഡ് മാർക്ക് പോയിന്റ്സ് A30, B41, C2, -3. സിമ്പിൾ ആണല്ലേ. ജസ്റ്റ് ഒരു ആക്സിസ് വരയ്ക്കുക, 3 പോയിന്റ്സ് മാർക്ക് ചെയ്യുക. അത് വേറെ ഒന്നും ട്രയാങ്കിൾ ആണോന്നോ അല്ലെങ്കിൽ എന്റെ പേര് എഴുതാനോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ആക്സിസ് വരച്ച് 3 പോയിന്റ്സ് മാർക്ക് ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 3 മാർക്കാണ്. ഓക്കെ, എങ്ങനെ വരയ്ക്കണേ നോക്കാം. അപ്പൊ ആദ്യം XY ആക്സിസ് വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ ആദ്യം XY ആക്സിസ് വരയ്ക്കുക. ദെൻ മാർക്കിങ്സ് കൊടുക്കുക. കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്ത് തന്നെ കൊടുക്കുക. ലെഫ്റ്റ് റൈറ്റ് കൊടുക്കണം. നെഗറ്റീവ്സും കൂടി വേണം. നമുക്ക് മൈനസ് ഒക്കെ വന്നിട്ടുണ്ട്. സോ നെഗറ്റീവ്സും ചിലപ്പോൾ ആവശ്യം വരും. സോ ഇവിടെ മാർക്ക് ചെയ്യുക. ഓക്കെ, ഈ മാർക്ക് പോയിന്റ്സ് എഴുതാം. സെന്ററിൽ വരുന്ന പോയിന്റ് 0 ആണ്. സോ ഇത് y ഡാഷ് എന്ന് പറയുന്ന ആക്സിസ് ആണ്. ഇത് x ഡാഷ് എന്ന് പറയുന്ന ആക്സിസ് ആണ്. ഇനി പോയിന്റ്സ് നോക്കാം. ഇത് 1, 2, 3, 4, 5. ദെൻ അഗെയിൻ -1, -2, -3. ഇവിടെയും -1, -2, -3, -4. ഇനി മുകളിലേക്ക് 1, 2, 3, 4. അപ്പൊ ഓക്കെ, നമുക്കറിയാം കൃത്യമായിട്ട് നമ്പേഴ്സ് എങ്ങനെ മാർക്ക് ചെയ്യാന്ന് അറിയാം. നിങ്ങൾ എന്ത് ചെയ്യുക, 1 സെന്റിമീറ്റർ അല്ലെങ്കിൽ 2 സെന്റിമീറ്റർ നിങ്ങൾക്ക് ഏത് എത്ര വേണം എടുക്കാം, യൂണിഫോം ആയിട്ട് എടുക്കണമെന്ന് മാത്രം. ഇനി പോയിന്റ്സ് ഏതൊക്കെയാണ്, 30, A എന്ന് പറയുന്നത് എത്രയാണ്, 30, B41, C2, -3. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് വേറൊരു കളറിൽ മാർക്ക് ചെയ്യാം. അപ്പൊ A എന്ന് പറയുന്നത് 30 ആണ്. അപ്പൊ 30 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എവിടെയാണ്, 3 എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റും 0 എന്ന് പറയുന്നത് വൈ കോർഡിനേറ്റും. അപ്പൊ വൈ കോർഡിനേറ്റ് 0 ആയി കഴിഞ്ഞാൽ അത് എവിടെ ആയിരിക്കും, എക്സ് ആക്സിസിലായിരിക്കും ആ പോയിന്റ് വരിക. അപ്പൊ 30 എന്ന് പറയുന്ന പോയിന്റ് ഇതാണ് അല്ലെ. അപ്പൊ A 3,0 എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്, ഇവിടെയാണ് വരിക. ഇനി B എന്ന് പറഞ്ഞ പോയിന്റ് നോക്കിയ 4,1 ആണ് അല്ലെ. 4,1. അപ്പൊ എക്സ് കോർഡിനേറ്റ് 4,1 ഉം ഓക്കെ
y കോർഡിനേറ്റ് 1 ആയിരിക്കും വരിക. ആ പോയിന്റ് ഇവിടെയാണ് വരിക 4 1. അപ്പൊ ഇതാണ് B4 1. ആ പോയിന്റ് ഇവിടെയാണ് വരിക. ഇനി എന്താണ് 2, -3 ആണല്ലേ. എക്സ് കോർഡിനേറ്റ് 2ഉം y കോർഡിനേറ്റ് -3 ആണെന്ന് പറഞ്ഞാൽ താഴേക്ക് വരണം അല്ലെ, അല്ലെങ്കിൽ വൈയുടെ നെഗറ്റീവ് പോർഷനിലേക്ക് വരാം. അപ്പൊ 2 ഇവിടെയാണ് വരിക, -3 എന്ന് പറയുമ്പോൾ ഇവിടെ വരും. അപ്പൊ എന്ത് വന്നു, ഇത് സി ആണ്, അതായത് 2, -3. എളുപ്പമല്ലേ, ഇത്ര കൺഫ്യൂസിംഗ് ഒന്നും അല്ലല്ലോ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുക, ഇതുപോലെ ആക്സ് വരയ്ക്കാം, 3 പോയിന്റ്സ് മാർക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 8. നിങ്ങൾക്ക് അവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. എ സ്ക്വയർ ആൻഡ് 2 റെക്ടാംഗിൾസ് ഓഫ് സെയിം ഹൈറ്റ് ആർ കെപ്റ്റ് ടുഗദർ ആസ് ഇൻ ദ പിക്ചർ. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഒരു സ്ക്വയറും 2 റെക്ടാംഗിൾസും, 2 ചെറിയ റെക്ടാംഗിൾസും കാണാം. അപ്പൊ അതിന്റെ എന്താണ്, ഹൈറ്റ് സെയിം ആണ്. ഓക്കെ, സ്ക്വയറിന്റെ സൈഡ് എക്സ് ആണ് തന്നിട്ടുണ്ട്, റെക്ടാംഗിളിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 2 ആണ് തന്നിട്ടുണ്ട്. രണ്ടിനും ബാക്കി ലെങ്ത് എന്താണ്, സെയിം ആണ്. ടോട്ടൽ ഏരിയ ഓഫ് ദ പിക്ചർ ഇസ് 96 സ്ക്വയർ സെന്റിമീറ്റർ. അപ്പൊ ഇതിന്റെ മൊത്തം ഏരിയ 96 ആണ്. നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടേക്കിംഗ് ദ സൈഡ് ഓഫ് സ്ക്വയർ ആസ് എക്സ്, റൈറ്റ് ആൻ ഇക്വേഷൻ റെപ്രസെന്റിംഗ് ദ ഗിവൺ ഡീറ്റെയിൽസ്. അതായത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ചൊരു ഇക്വേഷൻ എഴുതുക എന്നുള്ളതാണ്. ദെൻ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് സ്ക്വയർ. ആ സ്ക്വയറിന്റെ സൈഡ് അല്ലെങ്കിൽ എക്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്ന ഡാറ്റ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡീറ്റെയിൽസ് യൂസ് ചെയ്തിട്ട് ഇക്വേഷൻ ഏതാണ് പറഞ്ഞത് അല്ലെ. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താണ്, മൊത്തം ഏരിയ 96 ആണ്. ഓക്കെ, നമുക്ക് മൊത്തം ഏരിയ 96 ആണ്. അപ്പൊ അത് വെച്ചിട്ട് ഇക്വേഷൻ എഴുതാം. ഓക്കെ, ടോട്ടൽ ഏരിയ എന്താണ്, ഈക്വൽ ടു 96 ആണ്. ഇനി എന്തൊക്കെയാണ് ടോട്ടൽ ഏരിയയിൽ വരിക, സ്ക്വയറിന്റെ ഏരിയ വരും അല്ലെ. സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കണം എങ്ങനെയാണ്, സൈഡ് സ്ക്വയർ. സ്ക്വയറിന്റെ ഒരു സൈഡ് എത്രയാണോ അതിന് നേരെ സ്ക്വയർ ചെയ്യാം. അപ്പൊ എന്ത് വരും, സൈഡ് എക്സ് ആണെങ്കിൽ അതിന്റെ സ്ക്വയർ എക്സ് സ്ക്വയർ. ഇനി എന്താ പറയാ, 2 റെക്ടാംഗിൾ ഉണ്ട് അല്ലെ, 2 റെക്ടാംഗിൾ ഉണ്ട്. ആദ്യത്തെ റെക്ടാംഗിളിന്റെ വിഡ്ത്ത് 2 ആണ്. ലെങ്ത് എന്ത് തന്നെ വരും, ആ ഫിഗറിൽ നോക്കിയേ, ലെങ്ത് എന്താ വരും, ഇവിടെ എക്സ് വരും, ഇവിടെയും എക്സ് വരും അല്ലെ. ലെങ്ത് എക്സ് ആയിട്ടായിരിക്കും വരിക. അപ്പൊ എന്താണ്, റെക്ടാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കണമെന്ന് അറിയാലോ. എങ്ങനെയാണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലെങ്കിൽ 2 ഇൻറ്റു എക്സ് എന്നാണ് വരിക. അപ്പൊ ഒരു റെക്ടാംഗിൾ 2x ആണ്. മറ്റേ റെക്ടാംഗിൾ എന്താണ്, സെയിം ആണല്ലേ, സെയിം ലെങ്ത്തും സെയിം വിഡ്ത്തും തന്നെയാണ്. അപ്പൊ 2x തന്നെ വരും. അപ്പൊ ഇത് ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും, എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 2x ആഡ് ചെയ്യുമ്പോൾ 4x ഈക്വൽസ് 96. ഇതാണ് നിങ്ങളോട് പറഞ്ഞ ഇക്വേഷൻ. ഈ ഇക്വേഷൻ ആണ് നിങ്ങൾ ഫോം ചെയ്യേണ്ടത്. ഇനി ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്താണ്, എക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണല്ലേ. ഇപ്പൊ ഇങ്ങനെ വന്നാൽ എക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന എങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതേ മോഡൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം, എക്സിന്റെ കോഎഫിഷ്യന്റ്, അതായത് ഇവിടുത്തെ എക്സിന്റെ കോഎഫിഷ്യന്റ് ആരാണ്, 4 ആണ് അല്ലെ. എക്സിന്റെ കോഎഫിഷ്യന്റ് പറയുന്നത് ഇവിടെ 4 ആണ്. അപ്പൊ അതിന്റെ പകുതി, 4ന്റെ പകുതി 2 ആണ്. അതിനെ സ്ക്വയർ ചെയ്തിട്ട് 2 സൈഡിലും ആഡ് ചെയ്യുക. അപ്പൊ എന്ത് വരും, എക്സ് സ്ക്വയർ പ്ലസ് 4x. ഇനി എക്സിന്റെ പകുതിയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ ആഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ 96 പ്ലസ് 2 സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇനി ലെഫ്റ്റ് സൈഡിൽ നോക്കിയേ, ലെഫ്റ്റ് സൈഡിൽ എന്താണ് വ്യത്യാസം, എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 2 സ്ക്വയർ. എന്താണത്, നമുക്കറിയാം അല്ലെ, എക്സ് സ്ക്വയർ പ്ലസ് അല്ലെങ്കിൽ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അതെന്താണ്, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. ഇവിടെ എയുടെ സ്ഥാനത്താരാണ്, എക്സ് ആണ്, ബിയുടെ സ്ഥാനത്താരാണ് 2 ആണ്. അപ്പൊ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്നുള്ള എന്താവും, എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ എന്നാവും. ഇനി 96 പ്ലസ് 2 സ്ക്വയർ, 2 സ്ക്വയർ എത്രയാണ്, 4 ആണ്. അപ്പൊ 96 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ എത്രയായി, 100 ആയി. അതിനെന്ത് ചെയ്യണം, സ്ക്വയർ പോകണമെങ്കിൽ റൈറ്റ് സൈഡിൽ എന്ത് ചെയ്യണം, റൂട്ട് വരണം. അപ്പൊ എക്സ് പ്ലസ് 2 ഈക്വൽസ് റൂട്ട് 100 എന്ന് വരും. അപ്പോൾ എന്താണ്, റൂട്ട് 100ന്റെ എത്രയാണ്, റൂട്ട് 100ന്റെ വാല്യൂ അറിയാലോ. റൂട്ട് 100 എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഈക്വൽ ടു 10. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, എക്സ് പ്ലസ് 2 ഈക്വൽ ടു 10 എന്ന് കിട്ടി. ഇനി എക്സ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ പ്ലസ് 2 എന്നുള്ളത് റൈറ്റ് സൈഡിലേക്ക് പോകണം. അപ്പൊ എന്താവും, 10 മൈനസ് 2, പ്ലസ് 2 എന്നുള്ളത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോയാൽ എന്താവും, അത് -2 ആവും. 10 മൈനസ് 2 എത്രയാണ്, 8. അപ്പൊ നമ്മളോട് ചോദിച്ച ചോദ്യമായില്ലേ, സൈഡ് ഓഫ് ദി സ്ക്വയർ അല്ലെങ്കിൽ എക്സിന്റെ വാല്യൂ എത്രയാണ്, 8 ആണ്. ഓക്കെ, അല്ലെങ്കിൽ 8 സെന്റിമീറ്റർ. നമുക്ക് എന്താണ്, ഏരിയ തന്നിരിക്കുന്നത് സെന്റിമീറ്റർ സ്ക്വയറിലായതുകൊണ്ട് സൈഡിന്റെ ലെങ്ത് കിട്ടിയാൽ അത് എത്രയായിരിക്കും, 8 സെന്റിമീറ്റർ എന്നായിരിക്കും. ഓക്കെ, അപ്പൊ 4 ക്വസ്റ്റ്യൻ നമ്മൾ ഇതിലേ 5, 6, 7, 8 4 ക്വസ്റ്റ്യൻ നമ്മളിവിടെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. നമ്മളോട് 4 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ, ഇനിയുള്ള 2 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് ബോണസ് ആണ്, നമുക്ക് വേണമെങ്കിൽ ആൻസർ ചെയ്യാം. ഓക്കെ, നമ്മളിവിടെ എന്തായാലും ആൻസർ ചെയ്ത് തന്നെ പോവാണ്. നിങ്ങൾക്ക് അവിടെ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. നിങ്ങൾക്ക് അവിടെ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ആ ട്രയാങ്കിളില് 3 കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട് അല്ലെ, PQR 3 കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. നമ്മളുടെ ചോദ്യം, ഈ PQR എന്ന് പറയുന്നത്, ഈ P എന്ന് പറയുന്നത് എന്താണ്, BC യുടെ സെന്റർ ആണ് P.
ദെൻ എ സിയുടെ സെന്റർ ആണ് ക്യൂ. അപ്പൊ ഈ തന്നിരിക്കുന്നതൊക്കെ എന്താണ്? സെന്റർ അല്ലെങ്കിൽ മിഡ് പോയിന്റ്സ് ആണ്. ഓക്കെ, മിഡ് പോയിന്റ്സിന്റെ കോർഡിനേറ്റ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അല്ലെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ സ്യൂട്ടബിൾ നെയിം ഫോർ ക്വാഡ്രിലാറ്ററൽ ബി പി ക്യു ആർ. ഇവിടെ ക്വാഡ്രിലാറ്ററൽ ഉണ്ട്, ഇതാണത് ബി പി ക്യു ആർ, ഇതാണ് ആ ക്വാഡ്രിലാറ്ററൽ. അപ്പൊ ഈ ക്വാഡ്രിലാറ്ററൽ നിങ്ങൾ സ്യൂട്ടബിൾ ആയിട്ട് കൊടുക്കുന്ന പേരെന്താണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, എന്താണ് അതിന്റെ പേര്? കാണുമ്പോൾ തന്നെ അറിയാലോ എന്താണ്? പാരലോഗ്രാം ആണല്ലേ. അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 9 എ പാർട്ടിന്റെ ഉത്തരം എന്താണ്? പാരലലോഗ്രാം. ഓക്കെ, ഇനി ബി പാർട്ട് ക്വസ്റ്റ്യനിലേക്ക് വരാം. ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ബി ആൻഡ് സി. ബി എന്ന് പറയുന്ന ഈ പോയിന്റിന്റെയും സി എന്ന് പറയുന്ന ഈ പോയിന്റിന്റെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. ഇനി നിങ്ങൾ ആ ക്യൂവിന്റെയും ആറിന്റെയും കോർഡിനേറ്റ്സ് ഒന്ന് ചെക്ക് ചെയ്തേ. എന്താ അതിനുള്ള ഇത് നോക്കിയേ. ആ രണ്ടു പേരുടെയും y കോർഡിനേറ്റ്സ് സെയിം ആണ്. അതായത് 1 1 എന്ന് പറഞ്ഞാൽ എന്താണ്? താഴത്തെ അല്ലെങ്കിൽ എക്സ് ആക്സിസിന് പാരലൽ. ഇതെന്താണ്? പാരലോഗ്രാം ആയിട്ട് എന്താണ്? ഇതും പാരലൽ ആയിരിക്കും അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ പാരലോഗ്രാം എന്ന് വിളിച്ചത്. അപ്പൊ എന്താണ് 1 1 എന്ന് പറഞ്ഞാൽ രണ്ടിന്റെയും y കോർഡിനേറ്റ് സെയിം ആണ് എന്ന് പറഞ്ഞാൽ ആ ലൈൻ എന്താണ്? എക്സ് ആക്സിസിന് അല്ലെങ്കിൽ താഴത്തെ ലൈനിന് പാരലൽ ആയിട്ടാണ് പോവുക. അപ്പൊ നിങ്ങൾക്ക് കിട്ടും എന്താണ്? ഈ ലെങ്ത് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ മുകളിലെ ലെങ്ത് തന്നെ ആയിരിക്കും താഴെ വരിക. അപ്പൊ മുകളിൽ ആർ ക്യൂ എന്ന് പറയുന്ന ലെങ്ത് കിട്ടാൻ y കോർഡിനേറ്റ് സെയിം ആണെങ്കിൽ എക്സ് കോർഡിനേറ്റുള്ള ഡിഫറൻസ് എടുത്താൽ അവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ലെങ്ത് കിട്ടും. അപ്പൊ 6 - 3 ആയിരിക്കും അവിടുത്തെ ലെങ്ത് വരിക. ആ സെയിം ലെങ്ത് തന്നെ ആയിരിക്കും ബി പിക്കും വരിക അല്ലെ. കാരണം എന്താണ്? പാരലോഗ്രാമിന്റെ സൈഡ്സ് ഈക്വൽ, ഓപ്പോസിറ്റ് സൈഡ്സിന്റെ ലെങ്ത് ഈക്വൽ ആയിരിക്കും. അപ്പൊ എന്താണ്? 3 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഇത് പാരലൽ ആയതുകൊണ്ട് ബി എന്ന് പറയുന്ന പോയിന്റ് അവിടെ തന്നെ ആയിരിക്കും, എക്സ് ആക്സിസിൽ തന്നെ ആയിരിക്കും അല്ലെ. അപ്പൊ എന്ത് കിട്ടും? എക്സ് ആക്സിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് y കോർഡിനേറ്റ് 0 ആയിരിക്കും. എക്സ് കോർഡിനേറ്റ് ആയിട്ട് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 5ൽ നിന്ന് അത്രയും മൈനസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ബി എന്ന് പറയുന്ന പോയിന്റ് എന്ത് വരും? 5ൽ നിന്ന് 3 മൈനസ് ചെയ്താൽ 2 വരും. 2,0 എന്നായിരിക്കും ബി വരിക. ഇനി സി എന്ത് വരും നോക്കിയേ. നമ്മൾ പറഞ്ഞു എന്താണ്? പി എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആണ്. അപ്പൊ ബി പി 3 യൂണിറ്റ്സ് ആണെങ്കിൽ പി സിയും എന്ത് തന്നെയായിരിക്കും? 3 യൂണിറ്റ്സ് തന്നെ ആയിരിക്കും അല്ലെ. അതൊരു മിഡ് പോയിന്റ് ആണെന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലും റൈറ്റിലും യൂണിറ്റ്സ് സെയിം ആവണം. അപ്പൊ 3 ലെഫ്റ്റിൽ വന്നാൽ റൈറ്റിൽ, പിയുടെ റൈറ്റിലും തന്നെ വരണം, 3 തന്നെ വരണം. ഇനി സിയും എന്ത് തന്നെയാണ്? ആ ഒറ്റ ലൈനിൽ തന്നെ അല്ലെങ്കിൽ എക്സ് ആക്സിസിൽ തന്നെയുള്ള പോയിന്റ് ആണ്. അവിടെ y കോർഡിനേറ്റ് എന്ത് വരും? 0 വരും. എക്സ് കോർഡിനേറ്റ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 5ൽ നിന്ന് 3 ആഡ് ചെയ്യുക. അപ്പൊ 8,0. ഓക്കെ, ക്ലിയർ അല്ലേ? സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫിഗർ നിങ്ങൾ വരയ്ക്കണം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഫിഗർ ജസ്റ്റ് ഒന്ന് റഫ് ആയിട്ട് വരച്ചു വെക്കുക. അതിന്റെ മാർക്കിങ്സ് ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? അവിടെ ജസ്റ്റ് ഫിഗറിൽ തന്നെ കാണിച്ചാൽ മതി. ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാവുന്നതാണ്. ഓക്കെ, 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ ഈ സെഷനിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വീണ്ടും വരയ്ക്കാനുള്ളതാണ്. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 cm. മാർക്ക് എ പോയിന്റ് 7 cm away from the center. Draw tangents from this point to the circle. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമ്മൾ സെയിം മോഡലിൽ എന്ത് ചെയ്തതാണ്? ഇതിന് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്തതാണ്. എഗെയിൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. അപ്പൊ 2 റിപ്പീറ്റഡ് സെയിം മോഡലിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ കാര്യമായിട്ട് വ്യത്യാസം വരുന്നതാണ്. അതിന്റെ മെഷർമെന്റ്സിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വന്നാലുള്ളൂ നമുക്ക് മനസ്സിലായി അല്ലേ. അപ്പൊ 10ാമത്തെ വരച്ചു വെക്കാം. ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? 3 cm റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കണം. ഓക്കെ, ദെൻ സെന്ററിൽ നിന്ന് 7 cm ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. അപ്പൊ ഇതാണ് സെന്റർ എങ്കിൽ പി എന്ന് പറയുന്ന പോയിന്റ്, ഒ പി എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഒ പി എന്ന് പറയുന്നത് 7 cm ആയിരിക്കും. ആ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ആലോചിച്ച് നോക്കിയേ. ആ ഒ പി കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു സർക്കിൾ വരയ്ക്കണം. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ഒ പിയുടെ സെന്റർ കണ്ടുപിടിക്കണം. അപ്പൊ ഒ പി മൊത്തത്തിൽ 7 ആണെങ്കിൽ അതിന്റെ സെന്റർ എന്ന് പറയുമ്പോൾ ഏകദേശം എന്ത് വരും? 3.5 സെന്റർ വരാം. ഇതാണ് പുതിയ സെന്റർ. അതിനെ സി എന്ന് വിളിക്കുകയാണെങ്കിൽ അതിന്റെ ലെങ്ത് നമുക്കറിയാം എന്താണ്? 3.5 ഏകദേശം ആ സെന്റർ വരിക. ഇനി അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു സർക്കിൾ വരയ്ക്കുക. ഓക്കെ, അപ്പൊ സി അല്ലെങ്കിൽ നമ്മുടെ പുതിയ സെന്ററിൽ വെച്ചിട്ട് ഒ പി എന്ന് പറയുന്ന ഡയമീറ്റർ ആയിട്ട് ഒരു സർക്കിൾ വരച്ചു. ഇനി എന്ത് ചെയ്യണം? പി എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഇങ്ങനെ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ ആ 2 സർക്കിൾസ് മീറ്റ് ചെയ്യുന്ന പോയിന്റിലേക്ക് വരയ്ക്കുന്നതാണ് എന്ത്? നമ്മൾക്ക് ടാൻജന്റ് എന്ന് പറയുന്നത് അല്ലെ. ഞാൻ പിന്നെ പി ബി, ഈ പോയിന്റ് ബി എന്നും ഇതിനെ എ എന്ന് വിളിക്കുകയാണെങ്കിൽ പി എയും പി ബിയും ആയിരിക്കും നമ്മളുടെ പുതിയ ടാൻജൻസ്. അപ്പൊ എന്താണ്? പി എ ആൻഡ് പി ബി ഇത് രണ്ടുമാണ് എന്ത്? ടാൻജൻസ് ആയിട്ട് വരിക അല്ലെ. ഇത് രണ്ടുമാണ് നമ്മുടെ ടാൻജൻസ് ആയിട്ട് വരിക. ഓക്കെ, ക്ലിയർ അല്ലേ? സിമ്പിൾ ആയിട്ട് വരയ്ക്കാം. അപ്പൊ നമ്മളോട് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായിരുന്നു? ഇതിന്റെ ലെങ്ത് മെഷർ ചെയ്യാൻ കൂടി ഉണ്ടായിരുന്നു അല്ലെ. സ്കെയിൽ യൂസ് ചെയ്ത് മെഷർ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി അതിനകത്ത് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം മെഷർ ചെയ്യണ്ട, ജസ്റ്റ് വരച്ചാൽ മതി. ടാൻജന്റ് വരച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 2 സർക്കിൾസ് വരയ്ക്കുന്നു. മീറ്റ് ചെയ്യുന്ന പോയിന്റിലേക്ക് ലൈൻ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ടാൻജന്റ് കിട്ടി. ഓക്കെ, സോ ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത സെഷനിലേക്ക് പോകാലോ.
നമ്മുടെ 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ഇവിടെ കഴിയാണ്. ഇനി വരുന്നത് എത്രയാണ്? 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. അപ്പൊ നമുക്കിനി കുറച്ചധികം സമയം നമുക്ക് വേണ്ടി വരും. ഇനി എല്ലാം 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ,